തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് വരേണ്ടത്. കാരണം നമ്മളെല്ലാം ആഗ്രഹിച്ചതാണ് അദ്ദേഹം തന്നെ വരണം. കാരണം നല്ല ഒരു മനുഷ്യനാണ്, സ്വഭാവത്തിലും പ്രവർത്തനത്തിലും എല്ലാത്തിലും നല്ല ഒരു മനുഷ്യൻ. ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകും അദ്ദേഹം, അതിന് യാതൊരു സംശയവുമില്ല. നല്ല ഒരു ഭരണം 5 വർഷം കാഴ്ചവയ്ക്കും, തുടർന്നും ഭരിക്കേണ്ട അവസരം കിട്ടും. 10 വർഷം ജനം സഹിച്ചതാണ്, അതിൻ്റെ ഒരു വിജയമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് സ്വപ്പം വൈകിയെങ്കിലും അത് നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിന് എല്ലാ MLA മാരും കൂടെ നിൽക്കും, സംശയമൊന്നും വേണ്ട. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാ സമയവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ വ്യാപാരികളുടെ വ്യവസായികളുടെ പ്രശ്നത്തിന് വേണ്ടി പാളയ ശ്രമിക്കും. വ്യാപാരി വ്യവസായ കോൺഗ്രസ് വളരെ സജീവമായിട്ട് തന്നെയാണ്. ഈ ഇലക്ഷനിൽ മുഴുവൻ സമയം ഞങ്ങളുണ്ടായിരുന്നു. പറ്റുന്നുള്ള കാൻഡിഡേറ്റുകൾ എല്ലായിടത്തും ഞങ്ങൾ എത്തി. അവിടെയൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തു. ഇലക്ഷൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെയും മറ്റ് പ്രധാന നേതാക്കളൊക്കെ മത്സരിച്ചിടത്തൊക്കെ ഞങ്ങളുണ്ടായിരുന്നു, പ്രചരണമായിട്ടുണ്ടായിരുന്നു. ആ പ്രചരണത്തിന് തീർച്ചയായിട്ടും ഫലം കണ്ടു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു MLA ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വലിയ രീതിയിൽ ഞങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ ഒരു പ്രത്യേക നേതാവിനെ ഒന്നും കാണിക്കുന്നില്ല. ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയെ വേണം. അത് KC ആയാലും VD ആയാലും RC ആയാലും ശരി, എല്ലാം ഞങ്ങളുടെ നേതാക്കളാണ്. ഞങ്ങൾ അത് അംഗീകരിക്കും. ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല, അത് അംഗീകരിക്കും. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നത് ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും ഏറെ സന്തോഷം, അതോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തകർക്കും സന്തോഷമാണ്. കേരളത്തെ നയിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നല്ലൊരു മുഖ്യമന്ത്രിയാണ് സതീശൻ. അതുകൊണ്ടാണ് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തു നിന്ന് പൂഞ്ഞാറിൽ നിന്ന് ഇവിടെ വന്നത്. ഞങ്ങളുടെ MLA ഒപ്പം നല്ല മുഖ്യമന്ത്രി, കേരളത്തിന് മാതൃകാപരമായ ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിജയവും ജനങ്ങൾ ആഗ്രഹിച്ച ഒരു നേതാവുമാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. തർക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് 10 ദിവസമായാലും 15 ദിവസമായാലും. പക്ഷേ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജനകീയനായ ഒരു നേതാവായ ശ്രീ VD സതീശൻ വന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. നിലപാടിൻ്റെ നായകനാണ് VD സതീശൻ. അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി മുണ്ടക്കത്ത് ഞങ്ങൾ എത്തിയതാണ്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് അവിടുത്തെ. അദ്ദേഹം ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരുന്ന 5 വർഷം നല്ല ഭരണം കാഴ്ചവെക്കുവാൻ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ മുണ്ടക്കത്തിന് പേരിൽ അറിയിക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഈ കേരളത്തിൽ ഇനി ഇത്രയും നാളും കണ്ടല്ല, പിണറായിയുടെ അടിമത്ത മനോഭാവം മാറി നല്ല ജനകീയമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്.